ഇതാക്കണ് നല്ല ചെമ്മീന്. ഇതെന്താ മീന്? ഇതെന്താ അക്ക മീന്? കരിമീന്. അതുപോലെ നാരൻ. ഞങ്ങളിതിന് ചെമ്മീൻ എന്ന് പറയും. ഞങ്ങളിതിന് ചെമ്മീൻ എന്ന് പറയും. ഇവരിതിന് കാര. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇവിടെ കൂട്ടായി കടവ് റിസോർട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നല്ല അടിപൊളി വൈബാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതിൻ്റെ അകമൊക്കെ കാണുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഫ്രഷ് മീനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ? ഫ്രഷ് മീനൊക്കെ കഴിക്കാൻ. ഈ കായലിൽ നിന്ന് പിടിച്ച് അപ്പം തന്നെ നമുക്കത് കിട്ടുക, നമ്മളതുകൊണ്ട് കറി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. ഇപ്പം ആർക്കെങ്കിലും നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഇവിടെ കൂട്ടായി കടവിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ല മീൻ നല്ല വില കുറച്ച് തന്നെ ഒരു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നുകൊണ്ടിട്ടോ. അപ്പോൾ നമുക്ക് അത് മീനൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഈ റിസോർട്ടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളിവിടെ റിസോർട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് ഇവിടെ കുറേ കാക്കാർ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കൂട്ടായി കടവിൽ ഇതാ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് രാവിലെ ഇവിടെ കാണാൻ പറ്റണത്. അപ്പോൾ കുറേ മീനും ഉണ്ട് കേട്ടോ. മീനെ കാണിച്ചു തരാം. ഇതാക്കണ് നല്ല ചെമ്മീന്. ഇതെന്താ മീന്? ഇതെന്താ അക്ക മീന്? കരിമീന്. അതുപോലെ നാരൻ. ഞങ്ങളിതിന് ചെമ്മീൻ എന്ന് പറയും. ഞങ്ങളിതിന് ചെമ്മീൻ എന്ന് പറയും. ഇവരിതിന് കാര എന്നാണോല്ലോ പറയണത്. ആണോ? ആ. അപ്പോ നല്ല അടിപൊളി മീന് കൂട്ടായി കടവിലാണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങുമ്പോ 300 രൂപ കിലോന്. അപ്പൊ നമ്മളിവിടെ ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയാ, അപ്പൊ ഇവരെ കണ്ടപ്പോ നമ്മള് ഇത് ജസ്റ്റ് വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിവിടെ ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഈ റിസോർട്ടിൽ ഞങ്ങൾ എത്തുന്നത്. ഈ റിസോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് കൂട്ടായി കടവ് എന്നാണ് കേട്ടോ. കൂട്ടായി കടവത്തെ റിസോർട്ടാണിത്. കാരണം നമ്മുടെ ഈ കായലിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ്. ഒരു കുഞ്ഞു റിസോർട്ടാണ് കേട്ടോ. 2-3 ബെഡ്റൂമും കിച്ചണും ഒക്കെ ഉള്ളൊരു റിസോർട്ടാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റാണ്, നല്ല തണുപ്പാണ്. ഏത് സമയവും ഒരു നല്ല തണുത്ത അന്തരീക്ഷം. നമ്മളെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടത്. ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇത് സ്റ്റേജ് പരിപാടി നടത്തുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. സ്റ്റേജ്, അതിനുള്ള കസേര, അതാണ് റിസോർട്ടിൻ്റെ കൊലായി ഭാഗമാണ് കേട്ടത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പോവുകയാണെങ്കിൽ 2-3 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റിസോർട്ടിൻ്റെ മുറ്റായിട്ട് വരുന്നൊരു കാര്യമാണ് കേട്ടോ. ബെഡ്റൂം നല്ല അടിപൊളി ബെഡ്റൂമുകളുണ്ട്. നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്. പിന്നെ ഈ സമയത്തൊക്കെ ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. മഗ്‌രിബിൻ്റെ നേരമൊക്കെ ആകുമ്പോൾ നല്ലൊരു കാറ്റും തണുപ്പ്. ഏത് സമയത്തും കാറ്റും തണുപ്പുമാണെന്ന് പറഞ്ഞു. നല്ല ഉച്ച സമയത്ത് വെയിലാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് ബോട്ട് യാത്രയാണ് കേട്ടോ. ബോട്ട് യാത്ര അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വന്നുകൊണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും വല്ല മീറ്റപ്പ് പരിപാടികളൊക്കെ നടത്തണമെങ്കിലൊക്കെ പറ്റും. കേക്ക് മുറിക്കാനും അടിപൊളി ആഘോഷങ്ങൾ നടത്താനൊക്കെ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും അറിയാനൊക്കെ ഞാൻ ഇവിടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കും. നിങ്ങൾ അതിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. കായലിലൂടെയുള്ള ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സമയം ബോട്ടിൽ യാത്ര ചെയ്തു. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഞങ്ങൾ ബോട്ടിലിങ്ങനെ പോവുകയാണ്. നല്ല അടിപൊളി വൈബാണ്, നല്ല കാറ്റാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ ബോട്ട് യാത്രയ്ക്ക് വേലിയിറക്കം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വേലിയിറക്കല്ലാത്ത സമയത്ത് കണ്ടോ ഇതിലും പോവാം കേട്ടോ. ഇതിൽ പോകാനും നല്ല രസമാണെന്ന് പറഞ്ഞത്. എനിക്കിതിൽ പോകാൻ പേടിയായതുകൊണ്ട് ഞാനിതിൽ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് പോണത്. ഇത് നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അവരൊക്കെ ഒരുപാട് സമയം അതിലൊക്കെ പോയി തുഴഞ്ഞ് പോയി വരികയാണ് ചെയ്തത്. ഈ പിന്നെ ബോട്ട് യാത്രയ്ക്ക് പിന്നെ ഞങ്ങളെല്ലാവരും കയറി കേട്ടോ. കുട്ടികളെ കൊണ്ടുവന്നവരുണ്ടായിരുന്നു, കുട്ടികളും എല്ലാവരും കയറി. ഇതൊരു നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. എൻജോയ്മെൻ്റാണ്.
കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിലും കുട്ടികൾക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് പാർക്കുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ തണുത്ത കാറ്റത്ത് ഏത് സമയത്താണെങ്കിലും രാവിലെ ആണെങ്കിലും മഗ്‌രിബിൻ്റെ സമയത്താണെങ്കിലും ഇങ്ങനെ ഇതിൽ നടക്കാനൊക്കെ നല്ലൊരു ഇഷ്ടമാണ്. ഞാൻ കുറേ സമയം രാവിലെ തന്നെ എണീറ്റ് വന്ന് നേരം പരപരാ വെളുക്കണിൻ്റെ മുന്നേ തന്നെ എണീറ്റ് വന്നതാണ്. അപ്പോൾ ഇവിടെ കായലിൻ്റെ തീരത്ത് നിന്ന് നല്ല വെളിച്ചം കായലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വെയിൽ ഉദിച്ച് വരുന്ന പോലെ തന്നെ 7 മണിക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പും കാറ്റും അതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവരൊക്കെ ഉറങ്ങുകയാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇവിടെ വന്നേക്ക് വീഡിയോ പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഞാൻ മീൻകാരൊക്കെ കണ്ടത്. അവർ മീൻ പിടിച്ചത് ചെമ്മീൻ, അതുപോലെ കരിമീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് മീനൊക്കെ കൊണ്ടുപോകാം. ഞങ്ങൾക്ക് കുറച്ച് ലോങ് ആയതുകൊണ്ട് മീൻ കൊണ്ടാകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ കസേര, ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ കസേര ഉണ്ട്. കായലിലേക്കൊന്ന് നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ച. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ മക്കളെ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. നമ്മളിട്ട പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പളെ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൊക്കെ അമർത്തുക കേട്ടോ. അപ്പോൾ കണ്ടോ, കുട്ടികൾക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പാർക്കാണ്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പറ്റും കേട്ടോ. അതൊക്കെ ഇവിടെ ഉണ്ട്. പല സൈസിലുള്ള ഊഞ്ഞാലകൾ തിരിയണത്, അതുപോലെ സ്ലൈഡറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഉണ്ട്, കുട്ടികൾക്കും പറ്റും. നല്ല രസമാണ് ഇവിടെ കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നുകൊണ്ടു എല്ലാവർക്കും ഇഷ്ടമാവും ഈ തണുത്തൊരു അന്തരീക്ഷം. പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാം നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി കാഴ്ചകളാണ്. നല്ല മണലുള്ള സ്ഥലം, മുറ്റം, കാര്യങ്ങൾ. അപ്പോൾ ഞാനിതിലൂടെ ഇങ്ങനെ നടക്കുന്നത് കുട്ടികളുടെ പാർക്കാണ്. പാർക്കുകളിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കും പറ്റുന്ന ആക്ടിവിറ്റീസുകളാണ്. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും കായലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ടയർ ഊഞ്ഞാലുണ്ട് കേട്ടോ. ടയർ ഊഞ്ഞാലിലിരുന്ന് കുറേ ആടി നോക്കി. പക്ഷെ നല്ല കായലിൽ നിന്നുള്ള കാറ്റും ഊഞ്ഞാലുമേ ഇരുന്നുള്ള കാറ്റും ആയതുകൊണ്ട് എനിക്ക് കഴിയണില്ല. പിന്നെ ഇവിടുത്തെ ഏർമാടുണ്ട് കേട്ടോ. ഏർമാടത്തിൻ്റെ മുകളിൽ കയറി നമുക്കിരിക്കാം. ഏർമാടത്തിൻ്റെ മുകളിൽ ഞാൻ കുറേ നേരം ഇരുന്നിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും രാത്രിയൊക്കെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നല്ല കളികളായിരുന്നു. ഇപ്പോൾ ഞാൻ പുറത്ത് ഗേറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ റിസോർട്ടിലേക്ക് കടവിൻ്റെ മുന്നിലായിട്ട് റിസോർട്ടിലേക്കിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര സൗണ്ടായതുകൊണ്ട് ഞാൻ നല്ല കാറ്റിൻ്റെ സൂന്നിച്ചിട്ടുള്ള സൗണ്ടായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്. വോയിസ് റിമൂവ് ചെയ്തിട്ട് വോയിസ് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്ന് പറഞ്ഞ സൗണ്ട് വരുമ്പോൾ എന്തോ ഒരു അസ്വകാര്യത തോന്നിയപ്പോൾ ഒരു അസൗകര്യം ആ ഒരു വോയിസ് തന്ന അതിൽ കേട്ടപ്പോൾ അപ്പോൾ ഞാനത് വോയിസ് റിമൂവ് ചെയ്തത്. പിന്നെ രാത്രിയാണെങ്കിൽ ഒരു പ്രത്യേക വൈബ്. രാത്രി നല്ല രസമാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു രസം ഇവിടെ കാണാൻ. ഇവിടെ ഒരു സ്റ്റേജ് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ട്. അങ്ങനെ 2 സ്റ്റേജ് ഉണ്ട്. എന്താ പറയുന്നത്, നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇവിടെ നിന്നു താമസിച്ചു. പിറ്റേന്നാണ് മടങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷ, കാറ്, ബൈക്ക്, സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ വന്നത്. ഞങ്ങൾ 8-10 ആൾക്കാർ വന്നിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇനി ഇത് നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇനിയും വരണം എന്നുള്ള നല്ലൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇനിയും വരണം എന്ന് വിചാരിക്കുന്നു.